ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കടക്കാം. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് വൺ പ്ലസിൻ്റെ 13R എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മാസമാണ് റിലീസ് ചെയ്യുന്നത്. അതായത് വൺ പ്ലസിൻ്റെ 13R എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3 ചിപ്സെറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഫോണും ഈ ഒരു ചിപ്സെറ്റും ഇറങ്ങാൻ പോകുന്നത്. അതൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് 12GB റാമും 256GB വേരിയൻ്റ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. LPDDR5Xൻ്റെ റാം, UFS 4.0 സിസ്റ്റം ആയിരിക്കും ഇതിൽ വരിക. 6000 mAh ബാറ്ററി ബാക്കപ്പ്, 6.7 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് LTPO ഡിസ്പ്ലേ ആണ്. അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. അതായത് 1 Hz to 120 Hz റിഫ്രഷിംഗ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 6000 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജിങ് ബോക്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കൂടിയാണ് പറയാനുള്ളത്. പിന്നെ ഇത് IP69 കൂടിയാണ്. IP69 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ തിളച്ച വെള്ളം ഒഴിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് അമിതമായിട്ട് ഒഴിക്കരുത് എന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വൺ പ്ലസ് 13R ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. പോയിട്ട് റെൻഡർ കാണാം. ഇഷ്ടപ്പെട്ടവർ പോയിട്ട് മേടിക്കാം. വൺ പ്ലസ് ഒരു ചെറിയ സ്ക്രീൻ സൈസിൽ ഒരു മോഡൽ ഇറക്കാൻ പോകുന്നുണ്ട്. വൺ പ്ലസിൻ്റെ 13 മിനി എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഇറക്കുന്നുണ്ട്. പിന്നെ 5500 mAh ബാറ്ററി, സിലിക്കൺ കാർബണിൻ്റെ ആണ് ഇതിൻ്റെ ബാറ്ററി ടെക്നോളജി ഇറക്കാൻ പോകുന്നത്. 80 വാട്ട്സിൻ്റെ ചാർജർ, പിന്നെ 1 Hz to 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതും LTPO ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹിന്ദിയിൽ പറയുന്ന ഒരു തക്രീബൻ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫോൺ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് ചെറിയ സ്ക്രീൻ സൈസ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം സാംസങ്ങും ആപ്പിളും ആണ് ഇപ്പോൾ നിലവിൽ. പിന്നെ ഷിയോമി നിലവിൽ 14 സീരീസിലും ഷിയോമി 6.3 ഇഞ്ച് ഡിസ്പ്ലേ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 കമ്പനികളാണ് നിലവിൽ ഈ പറഞ്ഞ സ്ക്രീൻ സൈസിൽ ഇറക്കിയിട്ടുള്ളത് 6.3. അപ്പോൾ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് ബാക്ക് ടു സ്മോളർ സ്ക്രീൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എനിക്ക് രേഖപ്പെടുത്താം. പക്ഷേ എനിക്കും താല്പര്യമുണ്ട്. കാരണം കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഗ്ലാസ്, പിന്നത്തെ ബോഡി മെറ്റീരിയൽ ഗ്ലാസ് ആണ്. അത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഫ്രെയിംസുകളൊക്കെ വരുന്നതും മെറ്റൽ ഫ്രെയിമിംഗ് ആണ് ഈ വൺ പ്ലസിൻ്റെ 30 മിനി എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ. അപ്പോൾ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഈ ചെറിയ സ്ക്രീൻ സൈസിലുള്ള ഫോൺ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ അതേപോലെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് മേടിക്കുന്ന ആൾക്കാർ, 13 സീരീസ് മേടിക്കുന്ന ആൾക്കാർ, ഇന്ത്യയിൽ മേടിക്കുന്ന ആൾക്കാർ, ആമസോണിൽ നിന്നല്ല ഇന്ത്യൻ ഒഫീഷ്യൽ സ്റ്റോഴ്സിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഹാർഡ്വെയർ, ബാറ്ററി, ഗ്രീൻ ലൈൻ ഇഷ്യൂ, അങ്ങനത്തെ ചാർജിങ് പോർട്ട് കംപ്ലയിൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ ഓതറൈസ്ഡ് സ്റ്റോറിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതായത് ജാനുവരി 10 മുതൽ അടുത്ത മാസം ഫെബ്രുവരി 13 വരെയാണ് ഇതിൻ്റെ പോളിസി ഉള്ളത്. അപ്പോൾ ഈ ടൈമിൻ്റെ ഗ്യാപ്പ് പീരീഡിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ഫോൺ മേടിച്ച് അവർക്കൊരു മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ മൈനർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ്ലി അത് റീപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ആ കാര്യം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ആരെങ്കിലും വൺ പ്ലസ് 13R നിനക്ക് ഈ ഞാൻ ഈ പറഞ്ഞ മേജർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ
ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മിക്ക ആൾക്കാരോട് പറയുന്നത് ഓതറൈസ്ഡ് സ്റ്റോറിൽ പോയിട്ട് മേടിക്കുക എന്നുള്ളത്. ആൾക്കാരില്ല, ഓൺലൈനിൽ നിന്നാണ് മിക്കവരും മേടിക്കുക. നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. ഈ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാം, ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുള്ള് കാണാം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമൻറ്റും രേഖപ്പെടുത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോബിയ ജാനുവരി 15 ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇത് ഓൾറെഡി ലോഞ്ച്ഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്, പക്ഷേ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോണാണ് കൊണ്ടുവരാൻ പോകുന്നത്. നോബിയയുടെ Z70 അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചൈനീസിൻ്റെ ന്യൂ ഇയർ ജാനുവരി 16 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ഓറഞ്ച് കളർ എഡിഷനുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. അതും LTPO ഡിസ്പ്ലേയും കൂടെയാണ്. 144 Hz റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണും കൂടിയാണ്. 6.8 ഇഞ്ചിൻ്റെ ആമോലെഡ് സ്ക്രീൻ, സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ജാനുവരി 16 ചൈനീസ് ന്യൂ ഇയറിൻ്റെ അന്നാണ് ഇവരിത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു റെൻഡർ ഇതിലിട്ട് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് ഓർഡർ ചെയ്യാം. ഹോണറിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ്. അതും സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ഹോണറിൻ്റെ മാജിക് 7 Pro എന്ന് പറയുന്ന മോഡലിന് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസിൻ്റെയും അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് എന്തായാലും ഹോണറിൻ്റെ മാജിക് 7 Pro'നായിരിക്കും ഈ പറഞ്ഞ മേജർ അപ്ഡേറ്റ്സുകൾ വരാൻ പോകുന്നത്. ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ അവർക്ക് ആൻഡ്രോയിഡ് 15 ആണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 20 വരെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സീരീസും കൂടിയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 ലൈറ്റ് ചിപ്സെറ്റും പിന്നെ കാർബൺ സിലിക്കോൺ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഫോൺ കൂടിയാണ്. ഇത് LTPO ഡിസ്പ്ലേ ആണ്. അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റും കൂടിയാണ്. 1 Hz to 120 Hz വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും വീണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതായത് മൊത്തം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 20 വരെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. റിയൽമിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ P3 സീരീസ് ഇറങ്ങാൻ പോകുന്നുണ്ട്. 4 സീരീസ് മോഡലുകളിലാണ് ഈ ഒരു മോഡൽ ഇറങ്ങാൻ പോകുന്നത്. റിയൽമിയുടെ P3 Plus, P3 Pro, P3 Pro Plus എന്ന് പറയുന്ന വേരിയന്റ് വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് അവരുടെ 2nd ജനറേഷൻ സീരീസ് സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. P3 എന്ന് പറയുന്ന 2nd ജനറേഷൻ ഈ 4 സീരീസുകളും വരാൻ പോകുന്ന മോഡലുകൾ. നമ്മുടെ ഗർമൻ ചേട്ടൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർമൻ ചേട്ടൻ പുതിയ ഒരു ഐപാഡ് സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഏപ്രിലായിരിക്കും അതിൻ്റെ ലോഞ്ചിങ് ആണ് എന്നാണ് പറയുന്നത് ഗർമൻ ചേട്ടൻ. അതും വിത്ത് 6.1 OLED ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് A18 ബയോണിക് ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നുള്ളത് ഗർമൻ ചേട്ടൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ SE4 എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതും ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഡിസൈൻ എക്സാക്ട്ലി സെയിം ലൈക്ക് iPhone 14 അതേ സെയിം ഡിസൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ആപ്പിൾ വാച്ച് SE3 എന്ന് പറയുന്ന പുതിയ ഒരു സാധനത്തിൻ്റെ ഡിസൈനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വാച്ച് 3 അൾട്രാൻ്റെ ഡിസൈനും ലീക്ഡ് ആയിട്ടുണ്ട്. അതിലും അമേരിക്കയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UAE വെർഷനിൽ തീർച്ചയായിട്ടും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതല്ല. കാൾപ്പൈ അണ്ണൻ്റെ ഒരു ട്വിറ്ററിൽ ഇദ്ദേഹം ഒരു മെയിൽ ലീക്ഡ് ആയിട്ടുണ്ട്. ആ മെയിലിൽ ഇദ്ദേഹം നത്തിങ് 3A കുറിച്ചിട്ടൊരു വിശദീകരണം ചെയ്തിരുന്നു. അതിൽ 3A ഇറങ്ങാൻ പോകുന്നത് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന 4K 30 FPS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ. UFS 2.2 ഒക്കെ വർക്ക് ചെയ്യും. 256 12GB ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങാം.
അതിൽ ഇദ്ദേഹം ഒരു വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഹിൻ്റ് ഇട്ടിട്ടുണ്ട്. ആ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഹിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3 ഇത് പ്യുവർ 100% ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റ് വെച്ചിട്ടായിരിക്കും ഇറക്കിയിരുന്നത് എന്നാണ് മൂപ്പര് മെയിൽ ഇട്ടിരിക്കുന്നത്. ഈ മെയില് ഇതിൽ ഇദ്ദേഹം, എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര മുടുക്കനായ ഒരു മനുഷ്യനാണ് ഈ കാൾപ്പയാണ്. ഇദ്ദേഹമാണോ ഈ ഒരു മെയില് ലീക്ഡ് ആക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് സംശയം. യാതൊരു രീതിയിലൊരു തർക്കം എനിക്ക് തോന്നണില്ല. ഇത് ഇദ്ദേഹം തന്നെയായിരിക്കും ഇത് ഇട്ടിട്ടുള്ളത്. അതായത് എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നത്തിങ് 3 സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ് വെച്ചിട്ട് ഇറക്കാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് വാരോടുക്കനെ കൂടിയിട്ട് ഇറങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇതിൽ 4K 60 FPS, UFS 4.0, LPDDR5X റാമൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങേര് ഇറക്കുക. ഇനി ഡിസൈൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈൻ്റെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിന് ഡിസൈൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആകാംക്ഷ. അറിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനോട് ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് വെച്ചിട്ട് ഇറക്കണം. അത് ഇദ്ദേഹം കേട്ട് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ദ മാർക്കറ്റ് എന്നുമാണെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിനോടൊക്കെ പറയാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. പുതിയ ഫോണിന് സോഫ്റ്റ്വെയർ കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അതും പോരാണ്ട് AI-ൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാവില്ല, അതിലും നല്ല ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫീച്ചേഴ്സ് ഇദ്ദേഹം കൊണ്ടുവരും എന്നുള്ളത് ആ ഒരു ട്വിറ്ററിൽ ഇദ്ദേഹം മെയിൽ ലീക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഇദ്ദേഹം ഒരു ലിങ്ക് നമുക്കൊരു ഹിൻറ്റും ഒരു ലിങ്കും ഇട്ടിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സി എന്തായിരിക്കും ഇങ്ങേരുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കാര്യങ്ങൾ നത്തിങ് 3 സീരീസിന് കൊണ്ടുവരാൻ പോകുന്നുള്ളത് നമുക്ക് അന്ന് കണ്ടറിയാം. ഞാൻ ഫോൺ 2A ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദിസ് ഗൈസ്. വാട്ട് ഈസ് ദ ന്യൂ അപ്ഡേറ്റ് ഈസ് ഗോയിങ് ടു ബ്രിങ് ഇൻ നത്തിങ് ഫോൺ 3 എന്നുള്ള ആ ഒരു അപ്ഡേറ്റിന് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഏപ്രിലാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇദ്ദേഹം ഒരു വേറെ മോഡൽ തന്നെയാണ് ഇയാൾ, പറയല്ല, നിസ്സംശയം ഇയാൾ വേറെ തന്നെ. ടാറ്റക്കാർക്കും ഓപ്പോക്കാർക്കും വരാൻ പോകുന്ന ഒരു പുതിയൊരു സന്തോഷ വാർത്ത എന്ന് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൽ ടാറ്റ ഓപ്പോ മാത്രമല്ല പറയാനുള്ളത്, ഷിയോമിയും കൂടിയും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഫാക്ടറി വരാൻ പോകുന്നുണ്ട്. അതായത് ഓപ്പോക്കും ഷിയോമിക്കും സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി വരാൻ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ മെയ്ഡ് ഇൻ ഇന്ത്യ. ഓപ്പോ ഷിയോമി ഈസ് ഗോയിങ് ടു ബി ഇൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ മുന്നിൽ പറയുകയാണ് ഗായ്സ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഓപ്പോവും ഷിയോമി ഇന്ത്യയിൽ ഫാക്ടറി കൊണ്ടുവരാമെന്ന് പറയുന്നത് ഈ 2 സ്മാർട്ട് ഫോണുകളും ഇന്ത്യയിൽ ഭയങ്കര ലീഡ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നിലവിൽ അറിയാലോ, സാംസങ് ആണ് നമ്പർ 1. സാംസങ്ങിനും ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്, ആപ്പിളിലും ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്. പക്ഷെ ആപ്പിളിൻ്റെ ഫാക്ടറിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് നമ്മുടെ മാൻ ഓഫ് സ്റ്റീലായിട്ടുള്ള രത്തൻ ടാറ്റയാണ് ചെയ്യുന്നത്. അതേ രത്തൻ ടാറ്റയാണ് ഇപ്പോൾ ഓപ്പോക്കും ഷിയോമിക്കും ഇന്ത്യയിൽ ഫോൺസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും രത്തൻ ടാറ്റയുടെ. അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി രത്തൻ ടാറ്റയുടെ പിള്ളേര് സംസാരിച്ചിട്ട് ഡീൽ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് അതിൻ്റെ ഫാക്ടറി എന്നുള്ളത് അവരിതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ജോലി സാധ്യത ഇന്ത്യൻ മേഖല ഇനിയും കുതിക്കാൻ പോവുകയാണ്. രത്തൻ ടാറ്റയുടെ മുഖേന ഈ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ജോബ് വേക്കൻസി ഹയറിങ് കുതിക്കാൻ പോകണം, റോക്കറ്റ് പോലെ കുതിക്കാൻ പോവുകയാണ്. ഞാൻ പ്രൗഡ് മൊമെൻ്റാണ്. ഇന്ത്യക്കാരനായിട്ടുള്ളൊരു അഭിമാനം എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. എൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നരമ്പിങ്ങനെ പൊന്താണ് രത്തൻ ടാറ്റയുടെ കാരണം. അങ്ങേര് കൊടുക്കുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ്, അങ്ങേരുടെ കമ്പനി കൊടുക്കുന്ന ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ,
അത് വേറെ തന്നെയാണ്. അത് വേറെ തന്നെയാണ്. പിന്നെ വേറെ കാര്യം കൂടെ പറയാണ്ടിട്ടാ, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല. അതായത് തീർച്ചയായിട്ടും സാംസങ്ങിനും ആപ്പിളിനും ലേബർ കോസ്റ്റ് ഇന്ത്യയിൽ കൂടുതലാണെങ്കിലും ജോലി സാധ്യത എന്തായാലും ഉണ്ടല്ലോ നിലവിൽ. ഫോണിൻ്റെ വിലകൾ നമുക്ക് UAE റീജിയനിൽ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതന്നെ UAE റീജിയൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ റീജിയൻ്റെ ഫോണുകൾക്ക് ആപ്പിളിനും സാംസങ്ങിനും വില കൂടുതലാണ്. ആ സ്ട്രാറ്റജി ഓപ്പോക്കും ഷിയോമിക്കും ഇറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഫോർഡബിളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഷിയോമിക്കും ഓപ്പോക്കും രത്തൻ ടാറ്റയുടെ കമ്പനിക്കാർ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് രത്തൻ ടാറ്റക്കാരോട് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചു. നിങ്ങളെ ജോലി കൊടുക്കുന്ന കാര്യങ്ങളും സാധ്യതകളും എല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ലേബർ കോസ്റ്റ്, അതിൻ്റെ കാര്യങ്ങൾ, സ്പെയർ പാർട്സ് അവൈലബിലിറ്റി എല്ലാതും വരുമ്പോൾ അഫോർഡബിൾ റീസണബിൾ പ്രൈസിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള കമ്പനിക്കാരും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു കൂപ്പുകൈ, അതായത് അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത്. വലിയ വലിയ മാനുഫാക്ചറിങ് മൊബൈൽ കമ്പനിക്കാർ ഇന്ത്യയിൽ വലിയ വലിയ കമ്പനികളുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇനി UAE മിഡിൽ ഈസ്റ്റുള്ള ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരോടും ഇവിടുത്തെ ഭരണാധികാരികളോടും പറയാനുള്ളത് അതേപോലെ തന്നെ ഇവിടെയും ഓപ്പോയും ഷിയോമിയും വിവോയും റിയൽമിയും സാംസങ്ങും ആപ്പിളും ഫാക്ടറി UAE റീജിയനിലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു പ്രതീക്ഷ. കാരണം നിങ്ങൾ ഇത്രയും വലിയ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറണം. AI ടെക്നോളജി ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എല്ലാ കാര്യത്തിലും നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്ന ദുബായ് ഇനി മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനികളുടെ ഫാക്ടറി അടക്കം ഇവിടെ കൊണ്ടുവരണം. മൊബൈൽ ഇൻഡസ്ട്രി ഫാക്ടറികൾ ഇവിടെ കൊണ്ടുവരണം. അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെയ്ഡ് ഇൻ UAE എന്ന് പറഞ്ഞിട്ട് ആ അഭിമാനത്തോടെ നിങ്ങൾ ഈ പറഞ്ഞ മൊബൈൽ കമ്പനികളുടെ ഡിവൈസിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ UAE സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ കേൾക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ ചാനൽ വളരെ ചെറിയ ചാനലാണെങ്കിലും ചിന്താഗതി വലിയ ചിന്താഗതിയാണ്. ആ ചിന്താഗതി നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇന്ത്യയിൽ എന്തായാലും തീർച്ചയായിട്ടും വരും. ഇന്ത്യൻ മാർക്കറ്റ് അറിയാലോ, UAE-നെക്കാട്ട് വലിയ മാർക്കറ്റാണ്. അത്രയും പോപ്പുലേഷൻ ഉണ്ട്, അത്രയും യൂസേഴ്സ് ഉള്ള രാജ്യത്ത് രത്തൻ ടാറ്റയുടെ ടീമിൻ്റെ കഴിവുണ്ടല്ലോ, അതിന് അഭിനന്ദനങ്ങൾ എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. ബിഗ് സല്യൂട്ട് ടു രത്തൻ ടാറ്റ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര കാലം കഴിഞ്ഞാലും അയാൾക്കൊരു ബിഗ് സല്യൂട്ട് ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. ആദ്യം നമുക്ക് ദുഃഖവാർത്ത പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സന്തോഷ വാർത്ത പറയാം. അതാണ് ഏറ്റവും നല്ലത്. ടിക്ടോക്കിൻ്റെ സൈഡിൽ നിന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ടിക്ടോക്ക് 2 ദിവസം മുന്നേ ടിക്ടോക്ക് US ബാൻ ചെയ്ത് എന്നാണ് പറഞ്ഞത്. അതായത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അയാൾ തിരിച്ചു വന്നല്ലോ ഭരണത്തിൽ. അയാൾ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്, അയാൾ ഡാറ്റാ ബേസ് വെച്ചിട്ട് അയാളൊരു ട്രാക്കിങ് ചെയ്തു ടിക്ടോക്കിൻ്റെ ഡാറ്റാ ബേസുകളൊക്കെ അത് ചൈനയിലേക്ക് പോകുന്നുണ്ട്. അത് കുറച്ചും കൂടെ അപകടമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അങ്ങേര് ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം ടിക്ടോക്ക് US അവർ ബാൻ ചെയ്തു. 2020 ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻഡാണ്. അതറിയാലോ, ഇന്ത്യൻ യൂസേഴ്സിന് ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മിഡിൽ ഈസ്റ്റ് വേർഷനും പാകിസ്ഥാൻ വേർഷൻസിനും മുന്നേ ഉണ്ടായിരുന്ന വേർഷൻ അമേരിക്ക, ജർമ്മനി, അവിടെയൊക്കെ നമുക്ക് ടിക്ടോക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ടിക്ടോക്കിൻ്റെ ബാൻ അവരെടുത്ത് കളഞ്ഞിട്ടില്ല. അവർ ആ ബാനിൽ ഇപ്പോഴും സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ കാര്യത്തിൽ ഇന്ത്യ ഇസ് സംതിങ് എൽസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കറിയാം ടിക്ടോക്ക് ഒരു നശൂലം പിടിച്ച ഒരു സാധനമാണ്. ഒരുപാട് കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പോലും ഒരു നശൂലം പിടിച്ച ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഡാറ്റാബേസ് ഒക്കെ ഭയങ്കര ചോർക്കുന്ന ഒരു സംഭവമാണല്ലോ. ആപ്പിളിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, എന്നാലും അവിടെ പറയുമ്പോൾ ഇവിടെയും പറയണമല്ലോ. എനിക്കിഷ്ടമല്ല. അതിൻ്റെ പേഴ്സണൽ പ്രിഫറൻസാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. പലർക്കും പല ടേസ്റ്റാണ്.
അപ്പോൾ ആ ടേസ്റ്റും ഞാൻ അംഗീകരിക്കുന്നു, ശരിയത് അംഗീകരിക്കില്ല, ശരിയത് അംഗീകരിക്കും. അതെൻ്റെ ഒരു സ്വഭാവ രീതിയാണ് തന്നെയാണ്. ഞാൻ നശൂലം പിടിച്ച സാധനം അമേരിക്കയിൽ ബാൻ ചെയ്തു. 13 മണിക്കൂറാണ് അവർ അതിനെ ബാൻ ചെയ്തത്. ഒരുപാട് ടിക്ടോക്ക് യൂസേഴ്സിൻ്റെ റവന്യൂ ജനറേഷൻ അവിടെ സ്റ്റോപ്പായി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം. ഇപ്പോൾ ടിക്ടോക്കിൻ്റെ അതോറിറ്റീസ് അവർ അമേരിക്കയിൽ വന്ന് സംസാരമൊക്കെ തുടങ്ങി, എന്താണ് ഇതിനുള്ള പരിഹാരം. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഈ ബാൻ എടുത്ത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ചൈനക്കാർ മുട കാണിക്കാൻ നിന്നു. പക്ഷെ പിന്നെ ചൈനീസുകാർക്ക് മനസ്സിലായി അമേരിക്കനായിട്ട് കളിക്കുമ്പോൾ നല്ല രീതിയിൽ കളിക്കണം എന്നുള്ള ആ ഒരു ബുദ്ധി അവർക്ക് ഉള്ളത് കൊണ്ട് സന്തോഷ വാർത്ത പറയാനുള്ള ടിക്ടോക്ക് ബാൻ അവർ എടുത്തു കളഞ്ഞു. അമേരിക്കക്കാർ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തു കളഞ്ഞു. 13 മണിക്കൂറിന് ശേഷമാണ് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ ടിക്ടോക്കിൻ്റെ സെർവർ കാര്യങ്ങളും ഒക്കെ ഓപ്പൺഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടിക്ടോക്ക് നിലവിൽ യൂസ് ചെയ്യും. പക്ഷെ അമേരിക്കൻ്റെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം ടിക്ടോക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്, രണ്ടാമത്തേൽ നമുക്ക് സന്തോഷ വാർത്ത പറയാമെന്ന് വെച്ചു. ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ടിക്ടോക്ക് ഓപ്പൺഡ് ആയിട്ടുണ്ട്. USA ഓപ്പൺഡ് ആയിട്ടുണ്ട്, പക്ഷേ ഇന്ത്യൻ റീജിയനിൽ ഓപ്പൺഡ് ആയിട്ടില്ല. മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരും ടിക്ടോക്ക് യൂസ് ചെയ്യാം, പാകിസ്ഥാനി യൂസേഴ്സിനും ടിക്ടോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ടിക്ടോക്കിൽ വീഡിയോകൾ ഇട്ടിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാം. ഇതാണ് അപ്ഡേറ്റ് കേട്ടോ ടിക്ടോക്കിൻ്റെ. പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല, എനിക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടെ ഇഷ്ടം ഇൻസ്റ്റാഗ്രാമാണ്. പക്ഷേ ടിക്ടോക്സിൽ എനിക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഒരുപാട് സെറ്റിങ്സും ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്ടോക്കിൽ കൂടുതൽ പൈസ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പക്ഷേ പുതിയ അപ്ഡേറ്റുകളിൽ അവർ പുതിയ ഫീച്ചേഴ്സ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവരുന്നതാണ്. ജോ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ല ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ട്രംപ് എല്ലായിടത്തും കയറിയിട്ട് അയാൾ കയറി മെയ്യണ ഒരു മനുഷ്യനാണ് അയാൾ. ജോർജ് W. ബുഷ് ഒന്നല്ല അയാൾ അധികം മേലെയുള്ള ഒരു സംഭവമുള്ള ഒരു മനുഷ്യനാണ് ആര്, ട്രംപ്. അയാൾ എല്ലാ അഡ്മിനിസ്ട്രേഷനും കയറി നിരങ്ങി അതിലെന്തൊക്കെ ഫ്ലോകളുണ്ടോ ആ ഫ്ലോകളൊക്കെ അയാളെതിരാണെന്നുണ്ടെങ്കിൽ അയാൾ അതൊക്കെ തുടച്ച് വൈറ്റ് വാഷ് ചെയ്ത് നീക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. കാരണം ബിസിനസ് മൈൻഡുള്ള ഒരു മനുഷ്യനാണ്. മണി ഈസ് പവർ എന്നുള്ളത് അയാളാണ് പ്രസിഡന്റ് രീതിയിൽ തെളിയിച്ച ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ. വേറെ ലെവലാണ് അയാൾ, ഒന്നും പറയാനില്ല, വേറെ ലെവലാണ് അയാൾ. ഹുവാവിനെ കൊന്ന സ്ഥിതിക്ക് ടിക്ടോക്കിനെ കൊല്ലാൻ അയാളെ കൊണ്ട് പറ്റും. പക്ഷെ ടിക്ടോക്കിനെ മൊത്തത്തിൽ കൊന്നില്ല. ടിക്ടോക്ക് കൊല്ലുന്നതിന് മുന്നേ ടിക്ടോക്ക് വന്നിട്ട് മാപ്പും പറഞ്ഞ് അമേരിക്കൻ്റെ ലോവും കേട്ട് അതിനനുസരിച്ചിട്ട് നീങ്ങിയ ഒരു കമ്പനിയാണ് ടിക്ടോക്ക്. പക്ഷെ ഹുവാവി അവരുടെ ഈഗോയിസം കാരണം അവരിപ്പോഴും ഹാർമണി OS വെച്ചിട്ടാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഹുവാവിനോട് ഒരു ബിഗ് സല്യൂട്ട് എനിക്ക് കൊടുക്കാനായിട്ട്. ലെനോവോൻ്റെ ഒരു ഗെയിമിംഗ് ടാബ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ടാബും കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് സ്നാപ്ഡ്രാഗൻ്റെ Gen 3 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ടാബ് ഇറക്കാൻ പോകുന്നത്. ഇത് 165 Hz റിഫ്രഷിംഗ് റേറ്റും LCD സ്ക്രീനാണ്. 8.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 6550 mAh ബാറ്ററി ബാക്കപ്പ്, UFS 4.0 LPDDR5X റാം വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ Gen 3 ചിപ്സെറ്റും 12GB റാമും 256GB വേരിയൻറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ് ഇറക്കാൻ പോകുന്നത്. ഇത് CES ജാനുവരി ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. CES അമേരിക്കയിൽ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി എക്സ്പോയിലാണ് ഇതിൻ്റെ ലോഞ്ചിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെൻഡർ പോയിട്ട് കാണാം, ഇഷ്ടപ്പെട്ടവർ പോയിട്ട് മേടിക്കാം. പക്ഷേ സ്നാപ്ഡ്രാഗൺ Gen 3 ആണ്, ധൈര്യമായിട്ട് എടുക്കാം. 3.4 GHz ക്ലോക്കിംഗ് സ്പീഡ് വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് ടാബ് ഇറക്കാൻ പോകുന്നത്. ലീജിയൻ ആണ്, ലെനോവോൻ്റെ ലീജിയൻ ടാബാണ് ഇറക്കാൻ പോകുന്നത്. Insta360 Flow 2 Pro എന്ന് പറയണ മൊബൈൽ ഗിംബിൾ
ഇറങ്ങാൻ പോകുന്നുണ്ട്. ഓൾറെഡി അത് അമേരിക്കയിൽ അതിൻ്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ അതിന് വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ലോഞ്ചിങ്. ഒരു ആട്ടാറ് ലെവൽ മൊബൈൽ ഗിംബിൾ സാധനമാണിത്. വാവ്, ആപ്പിൾ യൂസേഴ്സിനാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് ആദ്യം പറയാനുള്ളത് ഇതിൽ ആപ്പിളിൻ്റെ യൂസേഴ്സിനാണ്. മൊബൈൽ ക്രിയേറ്റേഴ്സ് കണ്ടന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ, വാവ്, ഇത് വേറൊരു ലെവല് സാധനം തന്നെ. DJI Osmo 6 ഒന്നും ഇതിൻ്റെ 7 അയൽവക്കത്ത് കിടക്കില്ല. ആദ്യം പറയേണ്ടത് പറഞ്ഞു. വേറെ ലെവല് സാധനം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മോഡൽ. Insta360 Flow 2 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ആക്റ്റീവ് ട്രാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. AI ആക്റ്റീവ് ട്രാക്കിംഗ് ആണ് ഇതുള്ളത്. ഡീപ്പ് ട്രാക്കിംഗ് AIൻ്റെ അത് 4.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ് വരുന്നത്. 6 ലെവലിൽ ഇത് ട്രാക്ക് ചെയ്യും. AI വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് 5x ഓപ്റ്റിക്കൽ സൂമിൽ AI ട്രാക്കിങ് ചെയ്യാൻ പറ്റും. പിന്നെ 15x സൂമിങ്ങിൽ ഡിജിറ്റൽ AI ട്രാക്കിംഗ് ഇതിൽ ചെയ്യാം. അതൊന്ന്. പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, റീഡിഫൈൻഡ് AI ട്രാക്കിംഗ്. റീഡിഫൈൻഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്ത്, ഫോർ എക്സാമ്പിൾ എന്നെ ട്രാക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ചെയ്യും. ബട്ട് എൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും ഒരാൾ എന്നെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കവർ ചെയ്ത അടുത്ത നിമിഷം ഞാൻ അയാളെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ട് അത് ട്രാക്ക് ചെയ്യും. അതാണ് റീഡിഫൈൻഡ് ട്രാക്കിംഗ്. അത് ഞാൻ ഇതുവരെ ഒരു മൊബൈൽ ഗിംബിളും ഞാൻ കണ്ടിട്ടില്ല. ആ സാധനം Insta360 Flow Pro 2 യവന്മാർ ഇറക്കിയിട്ടുണ്ട്. പിന്നത്തെ ഒരു ട്രാക്കിങ്, നമുക്ക് സബ്ജക്റ്റ് ട്രാക്കിങ്, മൂന്ന് ആൾക്കാരെ നമുക്ക് ഒരേ സമയത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത് എസ്പെഷ്യലി വെഡിങ് ചെയ്യുന്ന ആൾക്കാർ, ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സാധനമാണിത്. Osmo 6 നമുക്ക് ഒരൊറ്റ ഒരാളെ നമുക്ക് ട്രാക്ക് ചെയ്യാനൊരു ഓപ്ഷനുള്ളൂ. 3 ആൾക്കാരൊന്നും ഒരുമിച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതില് 3 ആൾക്കാരെ ഒരുമിച്ചിട്ട് ട്രാക്ക് ചെയ്യാം. പിന്നെ വേറെ ഒന്നും കൂടെ പറയാനുള്ളത്, ഇതിൽ പാൻ ട്രാക്കിംഗ് ഉണ്ട്. 360 ഡിഗ്രി പാൻ ട്രാക്കിംഗ്. മറ്റേതിൽ Osmo 6 നമുക്ക് 180 ഡിഗ്രിയാണ് നമുക്ക് പാന് ട്രാക്ക് ചെയ്യാൻ പറ്റുക. ഇതിൽ 360 ഡിഗ്രി. സ്കേറ്റിംഗ് ബോർഡ് ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡ് വരെ നമുക്ക് ട്രാക്ക് ചെയ്യാം. നമുക്ക് ഈവൻ ഒരു സിനിമ അടക്കം നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു സ്റ്റണ്ട് സീനൊക്കെ നമുക്ക് ഇതിൽ 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം. പിന്നെ ആപ്പിളായിരിക്കും ഞാൻ പറഞ്ഞില്ല, 200+ ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഇൻക്ലൂഡിങ് സ്കൈപ്പ്, ബോട്ടിയും അടക്കം ഇത് ട്രാക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഫേസ് ടൈമിലടക്കം ഈ ഫീച്ചർ വർക്ക് ചെയ്യും. പിന്നെ ആപ്പിൾ വാച്ച് യൂസ് ചെയ്യാം. അതിപ്പോൾ Osmo 6 നമുക്ക് ആപ്പിൾ വാച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആൻഡ്രോയിഡിൽ അതില്ല. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതും ഇൻസ്റ്റാക്കാരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതും ആൻഡ്രോയിഡിലും ആ ഒരു ഫീച്ചർ കൊണ്ടുവരണം. സ്മാർട്ട് വാച്ചിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഇൻസ്റ്റാനോടും പറയാനുള്ളത്. പക്ഷെ അത് അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ. ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ആപ്പിളിൽ എവിടെയെങ്കിലുമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് പ്രൈമറി ഫോണിൽ മാത്രമല്ല ഈ ഓപ്ഷൻസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക. നമുക്ക് സെക്കൻഡറി ഫോണിലടക്കം നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇൻസ്റ്റാക്കാർ പറഞ്ഞിരിക്കണം. അതൊരു വേറെ ലെവൽ തന്നെയാണ്. ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അത് ഇതുവരെയും ഓസ്മോ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അവർ Insta360 Flow Pro 2 അവർ കൊടുക്കുന്നത്. ഓസ്മോയിൽ നമുക്ക് സിംഗിൾ ഫോണിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലതല്ല. ഇത് നമുക്ക് സെക്കൻഡറി ഫോണും നമുക്ക് നമ്മുടെ റിമോട്ടായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് മൊബൈൽ ഗിംബിളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു വേറൊരു ലെവൽ തന്നെയാണ് സാധനം. വാവ്, അത് ഞാൻ ഇതുവരെ ഒരു മൊബൈൽ ഗിംബിൾ കമ്പനിയിലും കാണാത്ത ഒരു സംഭവമാണ് ഈ ഇൻസ്റ്റാക്കാർ കൊടുത്തിട്ടുള്ളത്. ഇതൊരു വേറെ ലെവൽ തന്നെ. പിന്നെ ഒരു കാര്യം കൂടെ വിട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യും.
ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ ഇതിൽ പറയണത് ആപ്പിളിൻ്റെ വിഷൻ അല്ല, സോറി, ആപ്പിൾ പ്രോറസ് റോ വീഡിയോ അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യും. വേറെ തന്നെ. അത് ഓസ്മോ 6-ലില്ല. ഡോൾബി വിഷനും ഓസ്മോ 6-ലില്ല. ഡോൾബി വിഷനുള്ള ഫോണുകൾ ഉണ്ടെങ്കിൽ അത് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ആപ്പിളിൻ്റെ പ്രോറസ് ഫോർമാറ്റുള്ള ആരെങ്കിലും ഫോണുണ്ടെങ്കിലും അതും ഇതിന് സപ്പോർട്ട് ചെയ്യും. ഇതൊരു മൊത്തത്തിൽ ഒരു അട്ടാർ മോത്തലാണ്. എന്താണ് ഒരു അട്ടാർ മോത്തൽ സാധനം? ഞാൻ എങ്ങനെയെങ്കിലും ടാബിലെ പൈസ എടുത്ത് വെച്ചിട്ട് നേരെ മേടിക്കണം. എൻ്റെ സ്വപ്നമായി മാറിപ്പോയി. ഈ ഫീച്ചറുകളൊക്കെ ഉണ്ടല്ലോ എനിക്ക് പറ്റിയ സാധനത്തിന്. ഇനി ഒരു ഗിംബിൾ കൂടെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് വലിയ ഗിംബിൾ, DJIൻ്റെ പോലത്തെ വലിയ വലിയ ഗിംബിൾ ഇറക്കിയിട്ട് DJIനെ കുത്തുവാളെടുപ്പിക്കുന്ന രീതികളിൽ ഫീച്ചർ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരടുത്ത് തന്നെ കൊണ്ടുവരും കേട്ടോ. യാതൊരു രീതിയിലും അതിനൊരു തർക്കം വേണ്ട. മൊബൈൽ ഗിംബിളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ വലിയ ഗിംബിൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. വേറെ ലെവൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എൻ്റെ ഓസ്മോ 6-നെ ഞാൻ ഡിക്ലൈൻഡ് ചെയ്തിട്ട് ആ ഓർഡർ ഡിക്ലൈൻ ചെയ്യാൻ പോകും. അതിന് പകരം ഈ Insta360 Pro 2-നെ ഞാൻ എടുക്കുകയാണ്, കയ്യിലാക്കാൻ പോകണം. എങ്ങനെയെങ്കിലും കയ്യിലാക്കണം. അതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വേറെ തന്നെ. വാവ്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Fujifilmന്റെ സൈഡിൽ നിന്ന് ഉള്ള റൂമർ അപ്ഡേറ്റ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊരു 4-5 ക്യാമറകൾ Fujifilm കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആദ്യത്തേത് GFX 100 RF എന്ന് പറയുന്ന റേഞ്ച് ഫൈൻഡർ ക്യാമറ മാർച്ചിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അവരിതിൽ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് റേഞ്ച് വ്യൂ ഫൈൻഡർ ക്യാമറ അല്ല എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് എന്തോ ഒരു പന്തികടി എനിക്ക് തോന്നി. എനിക്ക് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് റേഞ്ച് ഫൈൻഡർ ക്യാമറ ആയിരുന്നു, ഹൈബ്രിഡ് വ്യൂ റേഞ്ച് ഫൈൻഡർ. അതായത് X-Pro 3 പോലത്തെ അല്ലെങ്കിൽ Xender V6 പോലത്തെ ഹൈബ്രിഡ് റേഞ്ച് വ്യൂ ഫൈൻഡർ ക്യാമറ ആയിരിക്കും കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് GFX 100 RF-ന്. ആ ഒരു പ്രതീക്ഷ എനിക്ക് തെറ്റി. പിന്നെ XE5 ജൂണിൽ ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഹാഫ് ക്യാമറ എന്ന് പറയുന്ന സാധനം ഇറങ്ങാൻ പോകുന്നുണ്ട്. X-Pro 4 2026-ലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ GFX-ന്റെ 800 എറ്റർന എന്ന് പറയുന്ന ക്യാമറ, അതായത് വീഡിയോ ക്യാമറ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു മാർച്ച് ഏപ്രിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് GFX 100S2-ന്റെ അതേ സെയിം സെൻസർ വിത്ത് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇതൊക്കെയാണ് അപ്ഡേറ്റുകൾ. ഈ ഒരു അപ്ഡേറ്റ് Fujifilmന്റെ റൂമറിൽ നിന്ന് വന്ന അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ അപ്ഡേറ്റുകളിൽ നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ X-Pro 4 ആണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു ക്യാമറയാണ്. X-Pro 3 പോലും മേടിക്കാൻ സ്വപ്നം കണ്ടിട്ട് നടക്കാത്ത ഒരു ക്യാമറയാണ്. പക്ഷേ X-Pro 4-ന് ഞാൻ വെയിറ്റ് ചെയ്യണം. എന്തായിരിക്കും ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം, എത്ര ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഒന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ വെയിറ്റ് ചെയ്യണം. അബ്സല്യൂട്ട്ലി ഞാൻ വെയിറ്റ് ചെയ്യാണ്. X-Pro 4 Pro-ന് X-Pro 4-ന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 4 Pro അല്ല, X-Pro 4-ന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തായിരിക്കും മാറ്റങ്ങൾ, അടിപൊളി മാറ്റങ്ങൾ എന്തായിരിക്കും കൊണ്ടുവരാമെന്നുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യണത്. വേറെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.